ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ബിനീഷ്. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എൻ്റെ യൂട്യൂബ് ചാനലാണ് മല്ലു വൈറ്റ്. ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ട് ഒരു 6 ദിവസം മുന്നേ ചെയ്തായിരുന്നു. നമ്മുടെ ഫാമിൻ്റെ 28ാമത്തെ ദിവസത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഫാമിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കോഴികളെല്ലാം ഏകദേശം പോയി. ഇനി ഏകദേശം 2900 ബേർഡ്സേ ഉള്ളൂ. ബാക്കി എല്ലാം പോയി. ലോഡിങ് ആയിരുന്നു 2 ദിവസം 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്. ഷെഡിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. ഇതിന് മുന്നത്തെ വീടിൽ എത്രത്തോളം നിറഞ്ഞ് കവിഞ്ഞ് കിടന്ന ഷെഡായിരുന്നു. ഇപ്പോൾ എല്ലാം പൂരം കഴിഞ്ഞ് പൂരപ്പുറം പോകാനായി, എല്ലാം ഏകദേശം തീരാറായി. ഇനിയിപ്പോൾ ഞാൻ ഈ കോഴികളെ അവിടെ നിന്ന് കുറച്ച് പുഷ് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. കാരണം നടുക്കൊരു സെൻറ്ററിൽ നമ്മളെന്തായാലും ഫാം വേണം തുടങ്ങുവാണെങ്കിൽ നമ്മൾ ഏറ്റവും ബാക്കിലൊരു ഡോറ് വെക്കണം. ഏറ്റവും ലാസ്റ്റ്, അതായത് അങ്ങ് അറ്റത്തൊരു ആ ഫാൻ്റെ അടുത്തുള്ള സൈഡിൽ ആ ലാസ്റ്റ് ഒരു ഡോർ വെക്കണം. നമ്മുടെ ഈ ഷെഡിൽ അങ്ങനെ വെച്ചിട്ടില്ല. ഇവർ സെൻറ്ററിൽ ഒരെണ്ണം, ഈ ഹീറ്റർ ഇരിക്കുന്നതിൻ്റെ അടുത്ത് ഒരെണ്ണം, പിന്നെ ഫ്രണ്ട് സൈഡിലുള്ള ആ വലിയ ഡോർ അതെ അതാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ എന്തായാലും ആരെങ്കിലും തുടങ്ങുകയാണെങ്കിൽ ഇതുപോലുള്ള ഷെഡൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഫ്രണ്ട് അങ്ങ് അറ്റം ബാക്കിൽ ഒരു ഡോർ എന്തായാലും കമ്പൾസറി ആയിട്ട് വെച്ചിരിക്കണം. പിന്നെ സെൻറ്ററിൽ ഒരു ഡോർ വേണം. പിന്നെ ഫ്രണ്ട് സൈഡിൽ എന്തായാലും കാണും. അങ്ങനെ വേണം ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ചെയ്യുകയാണെങ്കിൽ കോഴിയെ നമ്മൾ ഒരുപാട് അങ്ങ് സെൻറ്ററിലെ ഡോറിലേക്ക് പുഷ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരുപാട് ടയേർഡാണ്. ഇത് ഇവിടുത്തെ അവസ്ഥയെന്ന് വെച്ചാൽ മഴയായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയായതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് വരത്തില്ല, ബാക്കിലോട്ട് വരത്തില്ല. അതുകൊണ്ട് എല്ലാ കോഴികളെയും അവിടെ നിന്ന് ബാക്കിൽ നിന്നുള്ളതെല്ലാം പുഷ് ചെയ്ത് കണ്ട ഇവിടുത്തെ ഇത്രയും തീർന്നു. ഇപ്പോൾ ഏകദേശം പുഷ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു ചെയ്തത്. എല്ലാം ഫ്രണ്ടിലോട് എടുക്കുമായിരുന്നു ചെയ്തത്. നിങ്ങൾക്ക് കാണുന്നത് ആ ബാക്കിലിപ്പോൾ ഒന്നുമില്ല. ബാക്കിലൊക്കെ കോഴികൾ തീർന്ന് എല്ലാം ഫ്രണ്ടിലൂടെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു പുഷ് ചെയ്ത്. അങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ. ഇനി കുറച്ച് ഏകദേശം 3000 കോഴികളേ ഉള്ളൂ. ബാക്കി നിങ്ങൾ എൻ്റെ ആ പഴയ വീഡിയോ കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കൺജഷനായിട്ട് കിടന്ന ഷെഡാണ് ഇപ്പോൾ ഇത്രയും ഫ്രീ ആയിട്ട് കിടക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കൂടെ കഴിയുമ്പോൾ തീർന്നു. ഇനി 3 ഷെഡ് അപ്പം ബാക്കിയുണ്ട്. അതൊക്കെ ഇനിയിപ്പം അടുത്ത ഈ മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ലോഡിങ്ങിന്. ഞാൻ നമ്മളിൽ എപ്പിസോഡ് തൊട്ട് ഞാൻ ആദ്യം മുതലേ വീഡിയോ ഡേ 1 തൊട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴി കുഞ്ഞുങ്ങൾ വന്നപ്പോൾ ഡേ 1 35 ഗ്രാം 42 ഗ്രാമിൽ കിട്ടിയ കോഴികളായിരുന്നു. ഇപ്പം കറക്റ്റ് 33 ഡേയ്സ് ആയി. ഇപ്പോൾ 28 ഡേയ്സ് ആയപ്പം 1.5 സംതിങ് kg വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്ലോട്ടറിങ് പോയപ്പോഴത്തേക്കും മെനയാൻ തൊട്ട് 1.75 ആവറേജ് ആയിട്ടുണ്ട് വെയിറ്റ് മൊത്തത്തിൽ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ഇതിപ്പം മൺഡേ ആകുമ്പോൾ കുറച്ച് നാളെ സൺഡേ ഹോളിഡേ ആണ്. മൺഡേ ആകുമ്പോഴത്തേക്ക് മൊത്തം തീരും, കാലിയാവും. പിന്നെ അതിന് ശേഷം ഇതെല്ലാം നമ്മളീ ഇത് നമ്മൾ അരിയുടെ ഉമിയുടെ സാധനമാണിത്, ഈ ഫ്ലോറിലിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഡെയിലി റാക്കൊക്കെ ചെയ്യുമായിരുന്നു. റാക്ക് കൊണ്ട് ഇങ്ങനെ ഉഴുന്ന് മറിക്കും. കാരണം കോഴിയൊക്കെ കംഫർട്ട് ആവാൻ വേണ്ടി. ഇതിപ്പോൾ ഇനിയിപ്പം ഇതൊക്കെ എടുത്ത് മാറ്റാൻ തുടങ്ങും. അതിൻ്റെ കോഴികളെല്ലാം പോയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ വേറെ വല്ലതും ഉണ്ടാവാം. ഇതൊക്കെ തന്നെ. കാരണം ഞാൻ ആദ്യം മുതൽ എപ്പിസോഡ് തൊട്ട് ഫസ്റ്റ് ഡേ 1 തൊട്ടും പിന്നെ ഡേ 14 ഡേ 18 അന്നും പിന്നെ ഡേ 28 അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആ സെയിം ഷെഡിൽ ഇരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, നിങ്ങൾ കാണാത്തവരെല്ലാം മറ്റേ വീഡിയോകൾ കാണാൻ നോക്കണം. ഞാൻ എന്താ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം ചേഞ്ച് ബോയിലർ ഫാമിൽ ഡേ 1 തൊട്ട് ഇപ്പം സ്ലോട്ടിങ്ങിന് പോയ സമയം വരെ. അതായത് ഡേ ഇപ്പോൾ 33 ആയി. ഇപ്പോൾ ഡേ 1 to ഡേ 33 എനിക്ക് മനസ്സിലാവും. ഞാൻ എന്തായാലും അത് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, നിങ്ങൾ കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സപ്പോർട്ടേഴ്സ് കുറവാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് കുറേ കൂടെ വീഡിയോകൾ ചെയ്യാൻ എനിക്ക് സാധിക്കും. ഓക്കെ, താങ്ക് യു, ബൈ. എന്നാൽ പിന്നെ കാണാം.